ആഗോള അയ്യപ്പ സംഗമത്തിൽ താൻ എത്തുന്നതിന് മുൻപ് ഒരു ഭജന നടന്നിരുന്നുവെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. അത് നന്ദഗോവിന്ദം ഭജൻസിൻ്റെതാണോ എന്നറിയില്ല. കലാപരിപാടികൾക്ക് പണം നൽകുന്നത് ദേവസ്വം ബോർഡായതിനാൽ അക്കാര്യങ്ങൾ മന്ത്രി എന്ന നിലയിൽ അന്വേഷിക്കാറില്ലെന്നും വി എൻ വാസവൻ പറഞ്ഞു. ആദ്യം ഒരു ഭജന നടന്നത് ആരുടെയാണെന്ന് എനിക്കറിയില്ല. നേരത്തെ ഒരു ഭജന നടന്നു എന്നുള്ളത് ശരിയാണ്. അതാരായിരുന്നു എന്നോടൊന്ന് ചോദിച്ചാൽ ഈ പണമൊന്നും കൊടുക്കുന്ന ഞാനല്ല, ഏർപ്പാട് ചെയ്ത് ഞാനല്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയില്ല. അവരായിരുന്നു എന്നുള്ളത് അന്വേഷിക്കാം. അവിടെ ആയിരുന്നു. ഏതായാലും അവിടെ ഒരു ഭജന നടന്നിരുന്നു ആദ്യം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുടങ്ങുന്നത്, ഈ ഉദ്ഘാടന സമ്മേളനം തുടങ്ങുന്നത്. ജോസി ബാബു ചേരുകയാണ് വിശദാംശങ്ങളുമായി. ജോസി, മന്ത്രി പറയുന്നു അവിടെ ഒരു ഭജന നടന്നിരുന്നു, അത് പക്ഷേ നന്ദഗോവിന്ദം ഭജൻസിൻ്റെതാണോ എന്ന് അറിയില്ല എന്ന് പറയുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ നടക്കാത്ത പരിപാടിയുടെ പേരിൽ 8 ലക്ഷം രൂപ ചെലവാക്കി എന്നുള്ളതാണ് വലിയ ആരോപണമായി വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ മന്ത്രിക്ക് അത് വളരെ പെട്ടെന്ന് അന്വേഷിച്ചെടുക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. തീർച്ചയായും മഹേഷ്, ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നന്ദഗോവിന്ദൻ ഭജൻസിന്റെ ഒരു ഭജന നടന്നു വന്ന തരത്തിൽ ബില്ലുകൾ പാസാക്കി 8 ലക്ഷം രൂപയുടെ പാസാക്കി എടുത്തു വന്ന തരത്തെ സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ചൊരു വിശദീകരണം ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നടത്തിയത്. അന്ന് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന വേദിയിൽ താൻ എത്തുന്നതിന് മുമ്പ് ഒരു ഭജന നടന്നിരുന്നു എന്നുള്ള കാര്യം മന്ത്രി പറയുന്നുണ്ട്. പക്ഷെ അത് നന്ദഗോവിന്ദൻ ഭജൻസിന്റേതാണോ എന്ന കാര്യം തനിക്കറിയില്ല. കാരണം പരിപാടികൾ ബുക്ക് ചെയ്യുന്നതും അതിന്റെ പണമടക്കം കൊടുക്കുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്. അത് മന്ത്രി എന്ന നിലയിൽ തനിക്ക് അതിന്റെ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് മന്ത്രി വി എൻ വാസവൻ. നേരത്തെ കഴിഞ്ഞ ദിവസവും ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾക്കും മന്ത്രി ഈ സമാനമായ മറുപടിയാണ് നൽകിയത്. ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ വിശദീകരണം നൽകേണ്ടത് ദേവസ്വം ബോർഡ് നേതൃത്വമാണ്. നേരെ മറിച്ച് മന്ത്രി അല്ല എന്നുള്ള കാര്യമാണ് വി എൻ വാസവൻ പറയുന്നത്. ഇന്നലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളിലേക്ക് മറുപടിയും അതിന്റെ കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടതും ദേവസ്വം ബോർഡ് തന്നെയാണ് എന്നുള്ള ഉത്തരമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.